പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു നീക്കം കൂടി നടത്തിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ഒരു യുവതാരമാണ് കുറു സിംഗ്. അങ്ങനെ ഈ ഒരു യുവതാരത്തിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുണ്ട്. 2029 വരെയാണ് കുറു സിംഗിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നവോച്ച സിംഗിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരുന്നത്. മറ്റൊരു മികച്ചൊരു നീക്കം കൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. ടീമിലിനി മികച്ച ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ്സിന് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത്. നിലവിൽ വളരെ മോശം അവസ്ഥയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച 7 മത്സരങ്ങളിൽ 6 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത്. നിലവിൽ 12 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് 11 പോയിന്റുകൾ മാത്രമാണ് ഉള്ളത്. ഈ ഒരു സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് ജീസസ് ജിമിനസ്. ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം താരം കാഴ്ചവെക്കുന്നുണ്ട്. നിരവധി ഗോളുകൾ താരം ഈ ഒരു സീസണിൽ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിലും മത്സരത്തിന്റെ എല്ലാം ഫലം പരാജയമാണ്. ഗോൾ കീപ്പറിന്റെ പിഴവുകളും അതുപോലെ തന്നെ ഡിഫൻസിലെ പിഴവുകളും കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ പകുതി ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത്. നിലവിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ടീമും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ജീസസ് ജിമിനസിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ 12 മത്സരങ്ങൾ കളിച്ച താരം 9 ഗോളുകൾ നേടിയിട്ടുണ്ട്. കൊയ്ഫ് ഒഴികെ ബാക്കിയുള്ള ടീമിലെ എല്ലാ ഫോറിനേഴ്സും നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഗാൽ സ്റ്റെഹർ ചില കാര്യമെല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങൾ വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. ആ ഒരു മത്സരത്തിൽ ഞങ്ങൾ 3 പോയിന്റുകൾ അർഹിച്ചു. മോഹൻ ബഗാനേക്കാൾ കൂടുതൽ വിജയം അർഹിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു എന്നും കോച്ച് സ്റ്റെഹറെ പറഞ്ഞിരുന്നു. പക്ഷേ നന്നായി കളിച്ചു, പോയിന്റുകൾ അർഹിച്ചിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. മത്സരത്തിന്റെ അവസാനം 3 പോയിന്റുകൾ ലഭിച്ചു എന്നുള്ളതിലും മത്സരത്തിന്റെ റിസൾട്ടിലുമാണ് പ്രാധാന്യം. പരാജയപ്പെടുന്ന എല്ലാ മത്സരങ്ങളിലും പറയുന്ന ഒരു റീസണാണ് വിജയം അർഹിച്ചിരുന്നു എന്നുള്ളത്. സ്റ്റെഹറയുടെ ഭാവിയുടെ കാര്യത്തിൽ ഉടനെ ഒരു ഡിസിഷൻ എടുത്തേക്കുമെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റെഹറയെ ക്ലബ്ബ് പുറത്താക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ചാൻസ് കാണുന്നത്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.